പ്രേമിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ഇവൻ എന്നെ പരസ്യമായി തല്ലുകയും ചെയ്തു. എന്നാലും ഇവൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ വൃത്തികെട്ടവന്റെ മണിയറ ഒരുക്കേണ്ട ഗതികേട് എനിക്കാ വന്നത്. പ്രതാപേട്ടൻ പറഞ്ഞോണ്ട് മാത്ര ഞാനിതൊക്കെ ചെയ്യുന്നു. ഈ കല്യാണം എത്ര കാലം ഓടുവോ ആവോ. അയ്യേ, ഇതാണോ മണിയറ? ഇതെന്താ വല്ല ബർത്ത്ഡേ സെറ്റപ്പോ? ആ, ഇതൊക്കെ തന്നെ മണിയറ. എന്താ പിടിച്ചില്ലേ? നിങ്ങളിത് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാതാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മണിയറ പോരാ. ഈ മണിയറ പോരാന്നോ? നീ ആരാ? സൗദി അറേബ്യയിലെ ഏതെങ്കിലും രാജകുമാരനോ? ഞാൻ രാജകുമാര പ്രജയോ എന്തോ ആയിക്കോട്ടെ, മണിയറ ഇങ്ങനെ അലങ്കരിച്ചാ പോരാ. പിന്നെ എങ്ങനെ വേണം? എന്റെ സ്വപ്നത്തിലും സങ്കല്പത്തിലുള്ള വിവാഹ മണിയറ ഇങ്ങനെയൊന്നുമല്ല. മുല്ലപ്പൂക്കൾ കൊണ്ട് പണി തീർത്തൊരു കൊട്ടാരം പോലെ ആയിരിക്കണം ഈ ബെഡ് അലങ്കരിക്കേണ്ടത്. ഈ മുറി നിറയെ റോസാപ്പൂക്കള്, പാരിജാതം, ഓർക്കിഡ്, പിന്നെ ഈ മുറി നിറയെ സുഗന്ധം ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഈ പഴവർഗ്ഗങ്ങളൊന്നും പോരാ. നിനക്ക് മണിയറ അലങ്കരിക്കാനേ മുല്ലയ്ക്കും റോസയ്ക്കും വേണ്ടിയേ ഞങ്ങള് മധുരയ്ക്കും ഡിണ്ടികളിലും ഒക്കെ പോണോ? അവന്റെ ഒരു മണിയറ സങ്കല്പം. ആ ദിവ്യ സ്വീകരിച്ചപ്പോ ഈ വക മണിയറ സങ്കല്പൊന്നും കണ്ടില്ലല്ലോ. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മാനം മര്യാദയോടെ ആ പെണ്ണുമായിട്ട് ജീവിച്ച നിനക്ക് കൊള്ളാം. അല്ലാതെ ഇവിടെ കിടന്ന് ചെറിയമ്മയോടോ ഞങ്ങളോടോ വഴക്കിട്ട് വലിയ ആളാവാൻ ശ്രമിച്ച നിന്നെ അവളെ അടിച്ചിവിടുന്ന് പുറത്താക്കും. ഇത് ഋതുമോളുടെ വീടാ. വലിയ ഷോ ഇറക്കിയാലേ പുറത്തു പോകേണ്ടി വരും കേട്ടോ. പിന്നെ വല്ല കടത്തിണയിലോ ബസ് സ്റ്റാൻഡിലോ ഒരുക്കേണ്ടി വരും നിന്റെ മണിയറ. ഇറങ്ങിപ്പോടാ. ചെയ്തു തരുന്നതും പോരാ, അവൻ വരട്ടാൻ വന്നിരിക്കുന്നു. ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയോട് വേറൊരു കാര്യം പറയാനാ വന്നത്. എന്താ മോളെ? നീ ടെൻഷനാക്കാതെ കാര്യം പറയേ. ഇപ്പൊ ഒരു കാര്യം ഉണ്ടായി ചെറിയമ്മേ. എന്ത്? സംയുക്തയെ കല്യാണം കഴിക്കാൻ അവന് 100 സമ്മതമാണ്. അവനെ കല്യാണത്തിന് സമ്മതിച്ചു. അച്ഛൻ അമ്മായി പറഞ്ഞ കാര്യം സമ്മതിച്ചോ? സമ്മതിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരൊരു കൊടിയ വിഷമാ മോളെ. അവര് പ്രതാപേട്ടനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും. അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് മോളും രാജുവും കൂടി എങ്ങനെയെങ്കിലും പ്രതാപേട്ടനെ സത്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം. പത്മയെടുത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പ്രതാപേട്ടനും പത്മയെടുത്തിയും ഒരുമിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ ഈ അമ്മയും മകനും കൂടി പ്രതാപേട്ടനെ ഇല്ലാതാക്കും, ഈ കുടുംബവും തകർക്കും. അതുപോലെ രാജു മോളോട് വേറെ എന്തെങ്കിലും പറഞ്ഞോ? അത് മോള് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കോളേജില് രാജുവിന്റെ പുറകെ നടന്നവള് വെറുതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. രാജു ഒരു കളങ്കമില്ലാത്തവനാ. വെറുതെ അവനെ തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് മോളെ. ഋതുമോളെ, ചെറുമേ, ഞാൻ നിന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ മറ്റേതോ ലോകത്തായിരുന്നല്ലോ. ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അച്ഛൻ കൂടി സമ്മതിച്ചു എന്നറിഞ്ഞപ്പോ. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല മോളെ. പ്രതാപേട്ടൻ അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. പിന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. നീ അച്ഛനെ മനസ്സിലാക്കില്ലല്ലോ എന്നർത്ഥത്തിൽ. അതൊക്കെ പോട്ടെ, മോൾ ടെൻഷൻ ആവണ്ട. അരുതാത്തതൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. മോള് വാ. അവൻ്റെ ഒരു മണിയറ.
അങ്ങനെ അവൻ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടി. എൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് മകനും മരുമകളും ഒന്നും അനുഗ്രഹമാകാൻ വന്നില്ലേ? എന്റെ അനുഗ്രഹം ഒരു ജന്മം മുഴുവൻ അവൾക്കുണ്ട്. അതെ, അത് അവൾക്ക് തന്നെ അറിയാം. പിന്നെ നേരിട്ട് വന്ന് കാണുന്ന എന്തിനാ? ഒന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ സാറിന് കല്യാണത്തിൽ പങ്കെടുക്കാൻ അനുവാദം കിട്ടുമായിരുന്നു. എന്തിനാടോ വിനോദേ വെറുതെ കല്യാണത്തിന് പോയിട്ട്? ജയിൽ പുള്ളിയായ അച്ഛൻ കല്യാണത്തിന് വന്നെന്ന് പറഞ്ഞ് എന്റെ മകളെ കരയിപ്പിക്കാനോ അതോ അവളെ അപമാനിക്കാനോ? സാറ് പറഞ്ഞത് ശരിയാ. എന്തായാലും അനന്തമുള്ള സാർ ഒരു ഭാഗ്യവാനാ. മകള് കല്യാണം കഴിച്ച് ചെല്ലുന്നത് ചെറിയ തറവാട്ടിലേക്കൊന്നും അല്ലല്ലോ. അതെ, പ്രതാപിയായ പ്രതാപവർമ്മയുടെ തറവാട്ടിലേക്കാണ് എന്റെ മകൾ വിവാഹിതയായി ചെല്ലുന്നത്. ഏതൊരച്ഛനും അഭിമാനകരമായ കാര്യം. ഈ ദീപക് സാറിന്റെ അച്ഛനെ പറ്റി ഒരറിവുമില്ലല്ലോ. അയാള് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? അയാള് പണ്ടങ്ങാണ്ടൊരു മഹർഷിയെ പോലെ വന്നു. അംബിക അയാളെ പരിചരിച്ചതിന്റെ ഫലമായി സന്താന സൗഭാഗ്യം നൽകി അയാളൊരു താപസനെ പോലെ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ജീവിച്ചിരിപ്പുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. എടോ, ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ വഴിയില്ല. ലവളില്ലേ അംബിക, അവള് തട്ടിക്കളഞ്ഞു കാണും. എന്തൊക്കെ പറഞ്ഞാലും വർമ്മ സാർ നല്ല മനുഷ്യനാ. അയാള് നല്ല മനുഷ്യനായിരിക്കാം. പക്ഷേ ഈ കല്യാണത്തോടെ അവന്റെ കഷ്ടകാലം തുടങ്ങി. ഇനി മുതൽ അവന്റെ അഷ്ടകലാശമാണ്. എന്റെ കോളേജ് കാലത്തെ സ്വപ്നമോ ആ ഇരിക്കുന്നവൻ. ഇന്ന് എന്റെ കഴുത്തിൽ വീണ താലി എന്നേ ഇവൻ ഇടേണ്ടതായിരുന്നു. പ്രേമിച്ചു പോയി എന്നതിന്റെ പേരിൽ ഇവൻ എന്നെ പരസ്യമായി തല്ലുകയും ചെയ്തു. എന്നാലും ഇവൻ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. രാജു, ഞാൻ രാജുവിന്റെ അടുത്തേക്ക് വന്നപ്പോ രാജു പേടിച്ചു പോയോ? അതെന്തിനാ ഞാൻ നിന്നെ കാണുമ്പോ പേടിക്കുന്ന? ഞാനോ നീയോ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ എന്നെ കാണുമ്പോ രാജു പേടിച്ചതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ചോദിച്ചു പോയതാ. എനിക്ക് ഇപ്പൊ നിന്നോടൊരു കുറ്റബോധമുണ്ട്. ഞാൻ നിന്നെ തല്ലിയത് തെറ്റായിപ്പോയി. ഒരു പെണ്ണിന്റെയും ശരീരത്ത് കൈവച്ചൂടാ. അത് തെറ്റ് തന്നെയാ.